എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 22-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്ത്രീ സുരക്ഷാ പെൻഷന് പിന്നാലെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2 മാസത്തേത് എത്തുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ആദ്യം പറയുന്നത്. നമ്മൾ 3 ദിവസം മുമ്പ് തന്നെ ഉത്തരവ് നിങ്ങളെ കാണിച്ചിരുന്നു. 3 മാസത്തെ പെൻഷൻ ഉത്തരവ് മുൻകൂറായി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇറക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉത്തരവിറക്കാനോ പ്രഖ്യാപനങ്ങൾക്കോ പെരുമാറ്റച്ചട്ടം അനുവദിക്കാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് മുൻകൂറായി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഏപ്രിൽ മാസത്തെ പെൻഷൻ 31-ാം തീയതിയാണ് വിതരണം ചെയ്യുക. വിഷു പ്രമാണിച്ചാണ് പെൻഷൻ നേരത്തെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. 10 ദിവസത്തിന്റെ ഉള്ളിൽ എല്ലാ ആളുകൾക്കും 4000 രൂപയാണ് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും എത്തിച്ചേരുന്നത്. എന്നാൽ 2 തവണകളായിട്ടാണ് ഈ തുക ലഭിക്കുക. കയ്യിൽ ചിലപ്പോൾ രണ്ടും ഒരുമിച്ചായിരിക്കും ലഭിക്കുക. 25-ാം തീയതി മാർച്ച് മാസത്തെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും. അതിനുശേഷം മാർച്ച് 31-നാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. അതും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 31-ാം തീയതി എത്തിച്ചേരുന്നതാണ്. ഇങ്ങനെ 4000 രൂപയാണ് ഈ ഇലക്ഷന് മുമ്പ് ലഭിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. പെൻഷൻ 2 തവണയായിട്ടാണ് ലഭിക്കുക. അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് 25-ാം തീയതി മാർച്ച് മാസത്തെ പെൻഷനും മാർച്ച് 31-ാം തീയതി ഏപ്രിൽ മാസത്തെ പെൻഷനും ലഭിക്കുന്നതാണ്. അങ്ങനെ 4000 രൂപയാണ് ഈ ഇലക്ഷന് മുമ്പായിട്ട് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പ്. ഉത്തരവ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു, അത് നിങ്ങളെ കാണിച്ചതുമാണ്. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ്, സർക്കാരിന്റെ ഭാഗത്ത് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇല്ല. പക്ഷേ ന്യൂസുകളിൽ ഈ റിപ്പോർട്ട് ഇപ്പോഴാണ് വന്നത്. അതിനൊക്കെ മുമ്പ് നമ്മൾ ഈ കാര്യം നിങ്ങളെ ഉത്തരവ് മുഖാന്തരം അറിയിച്ചിരുന്നു. എന്തായാലും പെൻഷൻ ലഭിക്കുകയാണ്. 4000 രൂപ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300 കുറവുള്ളവർക്ക് 600-ന്റെ കുറവുണ്ടാകും 2 തവണയാകുമ്പോൾ. പിന്നെ 1700, 1800, 1500 എന്നിങ്ങനെയാണ് ലഭിക്കുക. ബാക്കി തുകകളെല്ലാം 500, അതുപോലെ തന്നെ 300, 200 അവയെല്ലാം ഒരാഴ്ചക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കയ്യിൽ എല്ലാവർക്കും 2000 വീതം. ആദ്യ വിതരണം 28-ാം തീയതി മുതൽ ആരംഭിക്കും. പിന്നീട് 2-ാം തീയതി 3-ാം തീയതിക്കായിട്ട് കയ്യിൽ വിതരണം ആരംഭിക്കും. 9-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം തുടരുകയാണ്. കഴിഞ്ഞ മാസം ലഭിച്ചു, ഈ മാസത്തേത് ലഭിച്ചില്ല എന്ന് പല ആളുകളും കമന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട. വരും ദിവസങ്ങളിൽ അത് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. തീർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങൾ കാരണം ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് വിവരം. അപ്പോൾ തിങ്കളാഴ്ച മുതൽ വീണ്ടും അത് കിട്ടാത്ത ആളുകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. വളരെ ഗൗരവമുള്ള ഒരു റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുകയാണ് എങ്കിൽ ലോകം കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുമെന്ന് റിപ്പോർട്ട്. യുദ്ധം ജൂൺ വരെ നീണ്ടു നിന്നാൽ 4.5 കോടിയിലധികം ആളുകൾ കടുത്ത പട്ടിണി നേരിടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം WFP മുന്നറിയിപ്പ്. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ ഹോട്ടൽ ജീവനക്കാരെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഹോട്ടൽ താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ അടച്ചിട്ടുള്ളത് എങ്കിലും ഹോട്ടൽ അടച്ചിടൽ തുടരുകയാണ് എങ്കിൽ നിരവധി കുടുംബങ്ങൾ ഈ കാരണത്താൽ പട്ടിണിയിലാകും. ഇത് മാത്രമല്ല, യുദ്ധം കാരണം പശ്ചിമേഷ്യയിലെ പലയിടങ്ങളിലും കൃഷികൾ നശിപ്പിക്കപ്പെടുകയും ഗതാഗത മാർഗങ്ങൾ പൂർണ്ണമായും അടയുകയും ചെയ്തത് വലിയ രീതിയിൽ ലോകത്തെ ബാധിക്കുകയാണ്. ഷിപ്പിംഗ് ചെലവുകൾ വർദ്ധിക്കുന്നതും അത്യാവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നതും ഇതിന് കാരണമാകുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും രൂക്ഷമാകുന്നതിനോടൊപ്പം പല രാജ്യങ്ങളിലും ഭക്ഷ്യസാധനങ്ങൾ കിട്ടാത്ത സ്ഥിതിയുമാണ്. ലോകരാജ്യങ്ങൾ ഇനിയും കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എങ്കിൽ ജൂൺ മാസത്തോടെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ യുദ്ധ സാഹചര്യം വിലയിരുത്തിയാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമാണ് ഈ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട ഇരകളാവുക എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് സത്യമാണ് എന്ന് നമുക്ക് തന്നെ ഊഹിച്ചാൽ അറിയാം. ഒരു ഗ്യാസ് മുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും നിരവധി കുടുംബങ്ങളുടെ വരുമാന മാർഗം നിലച്ച മട്ടാണ്. മാത്രമല്ല, നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ
വിദേശ രാജ്യങ്ങളിലേക്ക് നിരവധി കയറ്റുമതികൾ നടത്തുന്നുണ്ട്. പച്ചക്കറികൾ, മത്സ്യങ്ങൾ, മറ്റ് വിദേശ വിപണന വസ്തുക്കൾ ഇവയെല്ലാം ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. കിട്ടിയ വിലക്ക് നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കേണ്ട അവസ്ഥയാണ് ഇവർക്കുള്ളത്. സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളിലൂടെ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇനി ആധാർ അധിഷ്ഠിതമാകുമെന്ന് തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണിത്. ഇനി മുതൽ ആനുകൂല്യങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും വിതരണം ചെയ്യുക. ഇത് ഇടനിലക്കാരുടെ ഇടപെടൽ ഒഴിവാക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. AIS സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള 16 ക്ഷേമനിധി ബോർഡുകളിലെയും അംഗങ്ങൾക്ക് ആധാർ അധിഷ്ഠിത സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലാളികൾക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രം, ക്ഷേമനിധി ബോർഡ് ഓഫീസുകൾ എന്നിവ വഴിയോ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനും സേവനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വിരൽത്തുമ്പിൽ എത്തിക്കാനുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ 16 ക്ഷേമനിധി ബോർഡ്, തൊഴിലുറപ്പിന് കീഴിലുള്ള 16 ക്ഷേമനിധി ബോർഡിലെ ക്ഷേമത്തിൽ നിന്നുള്ള മറ്റു സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ എല്ലാം ഇനി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധാർ ബാങ്കുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന്, ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ എല്ലാം ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെയാണ്. അത് തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. ക്ഷേമ ബോർഡുകൾ കൂടി അങ്ങനെയാകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ ആദായ നികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പാൻ കാർഡിൽ നിർബന്ധിതമായിട്ടുള്ള ഇടപാടുകളുടെ പരിധിയിൽ കേന്ദ്ര സർക്കാർ പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നും പുതിയ ആദായ നികുതി നിയമത്തിന്റെ കരട് പ്രകാരം ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഉയർന്ന ഇടപാടുകൾക്ക് കൂടുതൽ കർശനമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുന്നതോടൊപ്പം ചെറുകിട ഇടപാടുകളുടെ നൂലാമാലകൾ കുറക്കുക എന്നതാണ് പുതിയ പരിഷ്കരണത്തിന്റെ ലക്ഷ്യം. കരട് നിയമത്തിലെ പ്രധാന 5 മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ബാങ്ക് നിക്ഷേപങ്ങൾക്കും പിൻവലിക്കലിനും പുതിയ പരിധി വെച്ചു. നിലവിൽ ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാൻ കാർഡ് നിർബന്ധമാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ആകെ 10 ലക്ഷം രൂപയോ അതിലധികമോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രം പാൻ കാർഡുകൾ നൽകിയാൽ മതി എന്നുള്ളതാണ്. ഇത് വലിയ ആശ്വാസമാണ്. ഇത് ചെറുകിട വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വലിയ പ്രയോജനകരവുമാണ്. ഇത് മാത്രമല്ല, വാഹനം വാങ്ങുമ്പോഴും ഇളവുകളുണ്ട്. വാഹനം വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ട തുക 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ഏതൊരു വാഹനത്തിനും പാൻ കാർഡ് നിർബന്ധമായിരുന്നു. എന്നാൽ ഇനി മുതൽ 5 ലക്ഷത്തിന് താഴെ കാറുകൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ടി വരില്ല. അതേസമയം ഉയർന്ന വിലയിലുള്ള ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കും. അതുപോലെ ഹോട്ടൽ ബില്ലുകൾക്കും ആഘോഷങ്ങൾക്കും പരിധി പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബാങ്കറ്റ് ഹാളുകൾ എന്നിവകളിലെ പണമിടപാടുകൾക്ക് നിലവിൽ 50,000 രൂപ എന്നുള്ളത് 1 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ കല്യാണങ്ങൾക്കും മറ്റു ഹോട്ടൽ ഇടപാടുകൾ നടത്തുമ്പോൾ നേരിട്ടിരുന്ന ചെറിയ തടസ്സങ്ങൾ ഒഴിവാകും. വസ്തു ഇടപാടുകൾക്കും പരിധിയിൽ മാറ്റം വന്നിട്ടുണ്ട്. വസ്തുക്കൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പാൻ കാർഡ് ആവശ്യമായ തുക 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയാക്കി സർക്കാർ വർദ്ധിപ്പിച്ചു. വസ്തുവില വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ഈ മാറ്റം. ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാക്കി. ഇൻഷുറൻസ് മേഖലയിലെ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. നിലവിൽ വാർഷിക പ്രീമിയം 50,000 രൂപക്ക് മുകളിലുള്ളവർക്ക് മാത്രം പാൻ കാർഡ് നിർബന്ധമായിരുന്നുള്ളൂ. ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. മറ്റു മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ക്രിപ്റ്റോ ഇടപാടുകളുടെ വിവരങ്ങൾ എക്സ്ചേഞ്ചുകൾ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഡിജിറ്റൽ കറൻസി ഔദ്യോഗിക പണമിടപാടായി അംഗീകരിക്കുക തുടങ്ങിയ മാറ്റങ്ങളും കരട് റിപ്പോർട്ടിലുണ്ട്. കരട് നിയമത്തിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ അവസരം നൽകിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.